യു.ഡി.എഫിന്റെ തലവേദനയായി മതരാഷ്ട്രവാദം വീണ്ടും ഉന്നയിച്ച ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഇസ്ലാമിക രാഷ്ട്രത്തിന് എന്താണ് കുഴപ്പമെന്നും അതിനെക്കുറിച്ച് അറിയാത്തവരാണ് വിമർശനം ഉന്നയിക്കുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി വ്യക്തമാക്കി. ഇസ്ലാമിക രാഷ്ട്രത്തിലല്ലാതെ വിശ്വാസിയുടെ ആരാധന പൂർണ്ണമാകില്ല എന്ന സെക്രട്ടറിയുടെ പഴയ പ്രസംഗവും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെയും രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെയും ഒപ്പം കൂട്ടി യു.ഡി.എഫിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴാണ് സംഘടനയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മതരാഷ്ട്രവാദത്തിന് ഇസ്ലാമിക രാഷ്ട്രത്തിന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് ഫേസ്ബുക്കിൽ നയം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ വക്താക്കളാണെന്ന ആരോപണം വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിനുള്ള മറുപടിയായാണ് ഷെയ്ഖ് മുഹമ്മദ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അതായത് പ്രവാചകൻ്റെ കാലത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വലിയ മഹത്തരമായ ഭരണകൂടമായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറിയ ഒരു ഭരണകൂടമായിരുന്നു. ആ ഭരണകൂടം ഇസ്ലാമിക റിപ്പബ്ലിക്ക് അതിനെന്താണ് കുഴപ്പം? ഇസ്ലാമിക വിശ്വാസികൾ എല്ലാവരും ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വരണമെന്ന് ആഗ്രഹിക്കണം എന്ന് തുടങ്ങിയ ഒരു നിലപാടായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് നടത്തിയ ഒരു പ്രസംഗവും ഇതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ഒരു വിശ്വാസിക്ക് വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ മതരാഷ്ട്രവാദം ഇസ്ലാമിക രാഷ്ട്രം വരണമെന്നായിരുന്നു ഷെയ്ഖ് മുഹമ്മദിന്റെ അന്നത്തെ പ്രസംഗം. ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഏതായാലും ഈ പ്രസംഗം അടിവരയിടുന്ന അല്ലെങ്കിൽ ഈ പ്രസംഗവും ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും വ്യക്തമാക്കുന്നത് മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക്ക് എന്ന ആഗ്രഹം ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും ഉപേക്ഷിച്ചില്ല എന്നുള്ള വിശദീകരണമാണ്. അല്ലെങ്കിൽ അത്തരം സന്ദേശം പുറത്തു നൽകാനാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ഉയരുന്നത്.